ഷോക്ക് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ വീണ്ടും ഒരു യാത്രക്ക് പോവുകയാണ്. എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര? അല്ല, തമ്മിലിന് കാണുമ്പോഴേ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ യാത്ര എന്ന് പറയുന്നത് ഗോവയിലേക്കാണ്. അപ്പൊ നമ്മുടെ ടീംസ് ഒക്കെ അവിടെ റെഡിയായി നിൽപ്പുണ്ട്. എല്ലാ തവണയും പോകുന്ന ടീംസ് തന്നെയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഇനി ഇവിടെ വെച്ച് കാണാം, ഗോവയിൽ വെച്ച് കാണാം. ഓക്കെ, അപ്പൊ നമ്മൾ പോയിട്ട് വരുന്നത് അമ്മച്ചി. അപ്പൊ നമ്മുടെ മയിൽ വാഹനത്തിലാണ് നമ്മുടെ യാത്ര. അതായത് ഇവിടുന്ന് തിരുവനന്തപുരത്ത് അല്ലേ, തിരുവനന്തപുരത്ത് പോയിട്ട് അവിടെ നിന്ന് ട്രെയിനിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ അതുവരെ പോകുന്ന നമ്മുടെ സാരഥി നമ്മുടെ സ്വന്തം വണ്ടി അല്ലേ, പോവാം. ടോമി എങ്ങനെ കാണിച്ചു കൊടുത്തു? ടോമി, നമ്മൾ പോയിട്ട് വട്ടാ. അതെന്തൊരു പരിപാടി, നമ്മൾ പോയിട്ട് വട്ടാ. ഡേയ് ഇങ്ങോട്ട് നോക്ക്, പോയിട്ട് വട്ടാ. ഓക്കെ, അവൻ്റെ കഴുത്തിലിട്ടുന്ന ബെൽറ്റൊക്കെ അവൻ കടിച്ച് പൊട്ടിച്ച് റെഡിയാക്കി. ഓക്കെ, അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ കയറ്റി നമ്മൾ ഡോർ അടച്ച്. ആരോൺ, നമ്മൾ പോയിട്ട് വട്ടാ. യെസ്, ഓക്കെ പോവാം. അമ്മ, നമ്മൾ പോയിട്ട് വരണം. അമ്മച്ചി ഓക്കെ. ആദി, അപ്പൊ റെഡി അല്ലേ? അല്ലേ? ഓക്കെ അല്ലേ? സെറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ടീംസ്. അറിയാലോ, പ്രത്യേകിച്ച് അറിയാലേ? യെസ്, 3. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് അല്ലേ? യെസ്, സമയമില്ല. അങ്ങനെ നമ്മളിപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇതാണ്ട് ആദി. യെസ്, അങ്ങനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ ട്രെയിൻ കയറാൻ വേണ്ടി. യെസ്, അങ്ങനെ നമ്മുടെ ട്രെയിനിൽ നമ്മുടെ സീറ്റ് കണ്ടെത്തി. യെസ്, കൊണ്ടുവച്ചിട്ടുണ്ട്. അല്ല, കൊണ്ടുവച്ചിട്ടുണ്ട്. ഇപ്പൊ എടുത്തിട്ട് പോയി. യെസ്. അപ്പൊ നമ്മളൊരു സെൽഫി എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ ആ വർഷങ്ങൾക്ക് ശേഷമുള്ള ആ ഒരു യാത്രക്ക് ആദ്യം പ്ലാൻ ചെയ്ത യാത്രയാണ് നമ്മൾ ഇന്നിതാ വർഷങ്ങൾക്ക് ശേഷം പോകുന്നത്. യെസ്, 2 വർഷങ്ങളാണല്ലോ. യെസ്, വർഷങ്ങളാണല്ലോ. അപ്പൊ നമുക്ക് പിന്നെ ഗോവക്കയിലാണ് പോകുന്നത് പറയുന്നത്. യെസ്, നമ്മുടെ ട്രെയിൻ ടൈം എന്ന് പറയുന്നത് 3:45 10 മിനിറ്റ് ഉണ്ട്. 10 മിനിറ്റ് കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ നിന്ന് ഗോവയിലോട്ട് സ്റ്റാർട്ടാകും അല്ലേ? ഡ്രൈവറിനെ കണ്ടില്ല, ഇപ്പൊ നോക്കി ടാറ്റാ. ശരി, ടാറ്റ. തിരുവനന്തപുരത്തിനോട് ടാറ്റ പറഞ്ഞു ഞങ്ങൾ ഇതാ പോകുന്നു ഗോവയിലേക്ക്. യെസ്, അപ്പൊ നമ്മുടെ ട്രെയിൻ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. വൈകുന്നേരം 4:30 ആയപ്പോ ടീ ടൈം ആയില്ലേ? ടീ ടൈം. അവന് മാത്രം കഴിക്കാൻ നമുക്ക് 2 ചായ മാത്രമേ ഉള്ളൂ. ചായയെങ്കിലും കിട്ടിയില്ലേ? യെസ്, കീർത്തി, ഇപ്പൊ നമ്മൾ എവിടെ എത്തി? വർക്കല. വർക്കല പോടായോ, ചുമ്മാ തള്ളാതെ. നല്ലൊരു സ്ഥലം വേണ്ടേ? നമ്മളൊരു സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഗൈസ്, നമ്മൾ കണകോണ എത്തിയിട്ടുണ്ട്. ഗോവയ്ക്ക് തൊട്ട് മുമ്പാണ് കേട്ടോ ഈ സ്പോട്ട്. അപ്പോൾ നമ്മുടെ രാവിലെ ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ ആയല്ലേ? രാവിലെ കണകോണയിൽ എത്തിയിട്ടുണ്ടല്ലേ? കണകോണ രാവിലെ എവിടെ എത്തി? കണകോണ എത്തി അല്ലേ? രാവിലെ എവിടെ എത്തി ബ്രോ? അങ്ങനെ ഇതാ നമ്മളിതാ വലത് കാല് വെച്ച് ഇതാ ഗോവയിൽ ഇറങ്ങിയിട്ടുണ്ട്. മഡ് ഗോവ. യെസ്, അങ്ങനെ ഗോവയിൽ എത്തിയിട്ടുണ്ട്. യെസ്, ഗോവയുടെ ബോർഡ് കാണാനില്ല, ബോർഡ് കാണിക്കാം. ഗോവ എത്തി എന്നുള്ളത് തെളിവ് കാണിക്കാം. അങ്ങോട്ട് പോ. ഓക്കെ, അതാ ഇരിക്കുന്നത് മഡ് ഗോൺ. യെസ്, അപ്പം അങ്ങനെ നമ്മളിതാ ഇവിടെ ലാൻഡ് ചെയ്തു. ഇന്നലെ വൈകുന്നേരം തിരിച്ചതാണ്. ഇന്ന് രാവിലെ 11:30 ആയപ്പോഴാണ് നമ്മൾ സ്പോട്ടിലെത്തിയത് കേട്ടോ. ഓക്കെ, മഡ്ഗോൺ. ഇതാണ് നമ്മുടെ സാരഥി. ഉണ്ടോ, ഇതാണ് നമുക്കിവിടെ ഗോവയിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സന്തോഷ് ബ്രോയുടെ ബ്രദറാണ് നമ്മുടെ വാഹനം ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് OMCയിലാണ് നമ്മുടെ സ്റ്റേ. അപ്പോൾ കീർത്തി, എവിടെയാണ് സ്റ്റേ എന്നറിയാവോ? OMCയിലാണ് അല്ലേ ബ്രോ? OMC. യെസ്, OMCയിലാണ് സ്റ്റേ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മെൻഷൻ ചെയ്തില്ല. മെൻഷൻ കൂടെ ചെയ്തോട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഗോവയിലേക്ക് ഒന്ന് അടിച്ച് കറങ്ങി വരാം അല്ലേ?
ഗോവ ഒന്ന് അടിച്ച് കറങ്ങി വരാം. യെസ് വയ്യ കയറിക്കോ. लेफ्ट साइड में देखो मार्मागोआ हार्बर. हार्बर is there. Big ships. Zuari River, Zuari Bridge. Every day 6 to 7. Sunset cruise. What is the price? 500. Okay. DJ music is there. Okay. And Couple music or bachelor? bachelor, couples and ladies and small children. Okay. One is there 1500. This is dinner cruise, 3 hours. 3 hours, Anna. 8:30 to 12 o'clock. 8 to 12. അതെ അങ്ങനെ നമ്മൾ എവിടെ എത്തി? ഗോവയിലെ റൂമിലെത്തി. എടാ റൂമിലെത്തിയെന്നല്ലേ എടാവേ. ഇതാണ് നമ്മുടെ റൂം, YMCയുടെ റൂമാണ്. ഇവിടെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ സ്റ്റേ. കമോൺ. അപ്പോൾ അവർ പോയി റിസപ്ഷനിൽ പോയെല്ലാം സംസാരിച്ച് നിൽക്കുകയാണ്. YMC റൂം. അപ്പോൾ ഇതാണ് YMCയുടെ റൂം. കൊള്ളാം കേട്ടോ. എന്തായാലും അകത്ത് കയറി നമ്മുടെ റൂം എങ്ങനെയുണ്ടെന്നൂടെ കാണാം. ഓക്കെ. ആ ഗോവയിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഫുഡ് കഴിച്ചത് ഇവിടെ നിന്നാണ്. എങ്ങനെയുണ്ട് ആദ്യം ഫുഡ്? കൊള്ളാമോ? ബ്രോ എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ ഇതാണ് നമ്മൾ ഫുഡ് കഴിച്ച റെസ്റ്റോറൻറ്റ്. ഒരു കുഞ്ഞു റെസ്റ്റോറൻറ്റ്. ഇവിടെയാണെങ്കിലും മുകളിലാണ് ഇരുന്ന് കഴിക്കാനുള്ള സ്പേസ് ഉള്ളത്. അപ്പോൾ വന്നതിൻ്റെ അന്ന് നമ്മൾ ചെറിയൊരു ഔട്ടിംഗ് അല്ലേ പുറത്ത്, അത് പോകാനായിട്ട് റെഡിയായി. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് കണ്ണടി വെച്ച്. അപ്പോൾ ഇതാണ് കീർത്തിയുടെ കോസ്റ്റ്യൂം. എങ്ങനെയുണ്ട് എന്ന് കീർത്തിയാണ് ചോദിച്ചത് ഇത്ര നേരം എൻ്റെ അടുത്ത്. എങ്ങനെയുണ്ട്? കൊള്ളാമല്ലേ? കൊള്ളാം, കുഴപ്പമില്ല, കൊള്ളാം. നല്ല കോസ്റ്റ്യൂം. ആദ്യയുടെ കോസ്റ്റ്യൂം ഇതാണ്. ഇനി എൻ്റെ കോസ്റ്റ്യൂം കാണണ്ടേ? ബ്ലാക്കും ഉണ്ട്. ഇനി എൻ്റെ കോസ്റ്റ്യൂം കാണിച്ചോളൂ. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഇവിടുത്തെ ഗോവയിൽ വരുമ്പോഴുള്ള എൻ്റെ കോസ്റ്റ്യൂം. ഇന്നത്തേക്ക്, നാളത്തേക്ക് വേറെ. അപ്പോൾ നമുക്ക് പോകാനുള്ള നമ്മുടെ ഇന്നത്തെ വണ്ടി വന്നു. വീണ്ടും പുറത്ത് ഫുഡ് കഴിക്കാൻ പോയിരുന്നു പുള്ളി. ഇതാണ് ഇവരുടെ കോസ്റ്റ്യൂം, സന്തോഷ് ബ്രോയുടെ കോസ്റ്റ്യൂം. യെസ്, ഇവരുടെ കോസ്റ്റ്യൂം ഇതാണ്. ഓക്കെ. അപ്പോൾ 4 മണിയായപ്പോഴാണ് നമ്മൾ പുറത്തൊരു ഔട്ടിങ്ങിന് പോകുന്നത് അല്ലേ? റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ എന്തായാലും പോവാം. നമുക്ക് ഫസ്റ്റ് ഔട്ടിങ് എങ്ങോട്ടാന്ന് പോയിട്ട് നോക്കാം അല്ലേ? ഓക്കെ, കയറിക്കോ. അപ്പോൾ ഗോവ. യെസ്. ഫസ്റ്റ് നമ്മൾ വന്നത് മിറാമർ ബീച്ചിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ബീച്ചാണ്. ഇത് ചെറിയ ബീച്ചാണ്, തൊട്ടടുത്ത് തന്നെയാണ്. നമ്മുടെ റൂമിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ് ഈ ബീച്ച് ഇരിക്കുന്നത്. അത് ലോങ് ഒന്നും പോകുന്നില്ല, കാരണം വൈകുന്നേരം 4 മണിക്കാണ് നമ്മൾ ഇറങ്ങിയത്. അപ്പോൾ 4:30 ഇവിടെ വന്നത് ആ ബീച്ച്. ഇത് കണ്ട് നമ്മൾ അടുത്ത് വേറൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. മിറാമർ ബീച്ച് എങ്ങനെയെന്ന് കാണാം. അപ്പോൾ ആദ്യം ഇതാണ് മിറാമർ ബീച്ച്. എങ്ങനെയുണ്ട്? മിറാമർ ബീച്ചാണ്. യെസ്, കൊള്ളാം. അടിപൊളി ബീച്ചാണ്. ചെറിയ ബീച്ച് എന്ന് പറഞ്ഞെങ്കിലും കൊള്ളാം കേട്ടോ. നല്ല ഏരിയ ഒക്കെ ഉണ്ട്, പക്ഷെ ആൾക്കാർ കുറവാണ്. അതാണ്, തിര കുറവാണ്. ആൾക്കാർ വരുന്ന ടൈം ആയിട്ടില്ല, ഇനിയേ ആവുള്ളൂ. നല്ല വെയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത സ്പോട്ടിൽ പോകല്ലേ? അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ട് ഇതാണ്. നമ്മൾ ചർച്ചിലെത്തിയിട്ടുണ്ട്. ഗോവയിലെ ഒരു പ്രശസ്തമായ ചർച്ച് എന്നാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ എന്തായാലും അകത്ത് കയറി നോക്കാം. ഓക്കെ. അപ്പൊ നമ്മളിവിടെ വന്ന ബിഗ്ഗസ്റ്റ് പള്ളിയാണ്. ഈ ബിഗ്ഗസ്റ്റ് പള്ളിയിൽ പണി നടക്കുന്നു. അത് പേര് ചോദിക്കാൻ വിട്ടുപോയി. എന്തോ ഒരു പേര് പറഞ്ഞു പുള്ളി, പക്ഷേ എങ്ങനെ ഹിന്ദിയിലായതുകൊണ്ട് മനസ്സിലായില്ല. യെസ്, ഇത് ബിഗ് ബി നടന്ന ഷൂട്ടിംഗ് നടന്ന സ്ഥലമാണ്, അതിന്റെ പള്ളിയാണെന്നൊക്കെ പറയാം. തന്നെ? അങ്ങനെ ആയിരിക്കോ? ആയിരിക്കും, ശരിയായിരിക്കും. ഈ വഴിയൊക്കെ ബിഗ് ബിയില് ഷൂട്ടിംഗ് ചെയ്ത സ്ഥലമാണെന്ന് പറയാം. ആയിരിക്കും. എവിടെയോ കണ്ട, അത് തന്നെ കണ്ടൊരു ഫീൽ അല്ലേ ഗൈസ്? ഉള്ളിൽ പണി നടക്കുന്നപ്പോൾ അകത്ത് കയറാൻ പറ്റില്ല. പിന്നെ ബിഗ് ബി എന്ന് പറഞ്ഞ് ചുമ്മാ തള്ളിയതായിരുന്നു. അങ്ങനെ ഒരു സംഭവമല്ല. ഈ പള്ളിയിൽ വെച്ച് അതങ്ങനെ ഒരു ഷൂട്ട് നടന്നിട്ടില്ല. ആദ്യയുടെ കണ്ണാടി പൊട്ടിയല്ലേ? വേറെ വാങ്ങടാ, ബാ. യെസ്, അടുത്ത് 1-2 ഫോട്ടോ എടുത്തിട്ട് നമുക്ക് അടുത്ത്. അപ്പോൾ നടി എവിടെ നിന്നൊരു തൊപ്പിയൊക്കെ വാങ്ങി. ഇവിടെ നിന്നാണ് പർച്ചേസ്. അപ്പോൾ നമ്മൾ അടുത്ത DJ പാർട്ടിക്കാണ് പോകുന്നത് അല്ലേ? യെസ്, ഇന്നത്തെ ചെറിയ DJ പാർട്ടിയാണെന്നാണ് തോന്നുന്നത്. നോക്കാം. അത് വെറൈറ്റി DJ പാർട്ടിയാണല്ലേ? അത് വേണ്ട, ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടല്ലേ കീർത്തി? നമ്മൾ DJ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ അടുത്ത് ടൈം ആകാത്തതുകൊണ്ട് നമ്മൾ അടുത്ത് നേരെ പോർച്ചുഗീസ് കോളനിയിലേക്കാണ് എത്തിയത്. ഓൾഡ് കോളനി. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. കിടിലം വൈബ് എന്നാണ് പറഞ്ഞത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. കണ്ടോ, ഇതാണ് പോർച്ചുഗീസ് കോളനി. കണ്ടോ, പഴയ ബിൽഡിംഗ് ആണ്. കാണാൻ നല്ല രസമുണ്ട്. കണ്ടോ പഴയ ബിൽഡിംഗ്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കര ഡിസൈനൊക്കെ ചെയ്ത്. അതാണ്. ഏതാണ്? ഒതുങ്ങിന്നോ? യെസ്, പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. എങ്ങനെയുണ്ട് കീർത്തി കോളനി? നല്ല. ആള് രീതി മാറി. ഇവിടുത്തെ ആളായി. നമുക്ക് പോവാം. അപ്പോൾ ഫ്രണ്ടിലോട്ട് പോവാം. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നല്ല വ്യൂ എന്നാണ് പറഞ്ഞത്. എന്തായാലും കാണാൻ നല്ല രസമുണ്ടല്ലേ? കാണാൻ നല്ല രസമല്ലേ? ഫുള്ള് അടിപൊളി. അങ്ങ് നോക്ക്, നല്ല രസമുണ്ട്. എന്തായാലും കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയി നോക്കാം.
അങ്ങനെ നമ്മളെ കോളനിയുടെ കാഴ്ചകൾ കണ്ട് നടക്കുകയാണ്. എങ്ങനെയുണ്ട് ഗൈസ്? കൊള്ളാലോ. ഓരോ ബിൽഡിങ്ങും ഓരോ കളർ, പല പല കളറിൽ അടിപൊളിയായിട്ടാണ് ബിൽഡിങ്ങുകൾ ചെയ്തിരിക്കുന്നത്. അത് പഴയ ബിൽഡിങ്ങാണ്, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ് കേട്ടോ. കൊള്ളാം, മെയിൻറ്റെയിൻ ചെയ്ത് അടിപൊളിയായിട്ട് അവർ ചെയ്യുന്ന, ഒരു വേസ്റ്റ് പോലും ഇല്ലാത്ത രീതിക്ക്. നമ്മുടെ അവിടെ ആണെങ്കിൽ, കേരളത്തിലാണെങ്കിൽ എവിടെ നോക്കിയാലും ഈ സ്ഥാനത്ത് വേസ്റ്റുകൾ കൊണ്ട് നിറയ്ക്കും കണ്ടോ. തറയായാലും എല്ലാം പക്ക ക്ലീനിങ്. അതാണ് കണ്ടോ, ഇത് കണ്ട് കണ്ട് ഭയങ്കര തള്ളാണ് ഇവിടെ, തള്ളി മറിച്ച് പോവുകയാണ്. യെസ് യെസ്, ധാരാവി. ഓരോ ബിൽഡിങ് ഓരോ കളർ അല്ലേ, നല്ല രസമല്ലേ? അത് തന്നെ, അത് മാത്രം കണ്ടില്ല, ബാക്കിയല്ല കളറായി. ഇത് ഉള്ളിലോട്ട് ഒരുപാടുണ്ട്, പക്ഷെ നമ്മൾ അങ്ങോട്ടൊന്നും പോകുന്നില്ല കണ്ടോ. ഇതിന് ഇടവഴികളെല്ലാം ഒരുപാട് അങ്ങോട്ട് വീടുകളുണ്ട്, പക്ഷെ ആ സ്പോട്ടിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. കാരണം നമുക്ക് അടുത്ത DJ കയറാനുള്ള ടൈമായി. അതുകൊണ്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോകാനായിട്ട് നമ്മൾ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഓക്കെ അല്ലേ, നമുക്ക് തിരിച്ചു പോവാം, DJ പോവാം. ഇത് തന്നെയാണ്, ഇതേപോലെ ഓരോ ബിൽഡിങ് ഓരോ ഇതായിരിക്കും. യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി നമുക്ക് നേരെ DJ പോവാം. ഓക്കെ, യെസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിലാണ് നമ്മൾ DJ പോകുന്നത്.